ഹായ് ഫ്രണ്ട്സ്, ജേണി വിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റ് ഒരു ചായ വെച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച്. അപ്പം എനിക്ക് തോന്നിയൊരു മുട്ട റൈസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ. ബിരിയാണി അല്ല, പക്ഷേ ഏതാണ്ട് ബിരിയാണി എന്ന് പറയാം, പക്ഷേ ഏതാണ്ട് ബിരിയാണിയുടെ ഒക്കെ പോലെ തന്നെ. അങ്ങനെ പിന്നെ എന്തായാലും മുട്ട പുഴുങ്ങാൻ വെച്ചു. റേഷൻ്റെ അരിയാണ് കേട്ടോ. ആ റേഷൻ്റെ അരി കുക്കറിലിട്ട് കറുകപ്പട്ട അങ്ങനെയുള്ള മസാല പാക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ഒരു വേവാകുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടു. എന്നിട്ട് കുക്കറിൽ ഇങ്ങനെ വിസിലൊന്നും അടിക്കണ്ട, നമ്മളത് വേവിക്കാൻ വെച്ചു. തിളച്ച് വേവാറായി. അപ്പോഴേക്കും വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും തിളയ്ക്കാറായി. അപ്പോൾ ഇതിലേക്ക് മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കണം. അപ്പോൾ തക്കാളി സബോളയൊക്കെ എടുത്തു, അതൊക്കെ അരിയണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലിട്ട് അരയ്ക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ കഴുകി വെച്ചിട്ടില്ല, കഴുകാൻ മുന്നേ ഇങ്ങനെ വെച്ചു. ഞാനത് കഴിഞ്ഞ് പാത്രത്തിലൊക്കെ ഇട്ട് കഴുകി വെച്ചു. അപ്പോഴേക്കും അരി വെന്തപ്പോൾ കുക്കറിൽ ഇറക്കി വെച്ചു. പിന്നെ അത് ആ വെള്ളം തിളച്ച് കഴിഞ്ഞത് വെച്ചു. പിന്നെ അപ്പോഴേക്കും ഇത് തക്കാളി സപ്പോളയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അത് അരിഞ്ഞത് വാടി കഴിയുമ്പോൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ ചിക്കനൊക്കെ ഒരു മസാല പോലെ ഇത്തിരി തൈര് ഒഴിക്കുകയില്ല, പക്ഷെ തൈര് ഉണ്ടായിരുന്നില്ല, തൈര് വാങ്ങിച്ചു കൊണ്ടുണ്ടായില്ല. അപ്പോൾ അത് തൈര് ഒഴിച്ചിട്ട് കൂട്ടി വെച്ചു കേട്ടോ. പിന്നെ അപ്പുറത്ത് ഞാൻ വെറുതെ അങ്ങനെ സബോള ഫ്രൈ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടേ സബോള അങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചു. അങ്ങനെ റോസ്റ്റും ശരിയായി. ഡാൽഡ അല്ല, നെയ്യ്. അപ്പോൾ അതൊന്ന് ഇടയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഊറ്റുകയാണ്. ചോറിട്ടപ്പോൾ കുറച്ച് നമ്മൾ ദമ്മിടുന്ന പോലെ തന്നെ കുറച്ച് സബോള, കുറച്ച് കറി, കുറച്ച് റൈസ്, കുറച്ച് നെയ്യ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അവസാനം അതേ മുകളിൽ ബാക്കിയുള്ള സബോളയും നെയ്യും കാര്യങ്ങളൊക്കെ മുകളിൽ ഒഴിച്ച് അവസാനം മുട്ട പുഴുങ്ങിയത് മാറ്റി ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ ഇത് കാണുന്നത്. അങ്ങനെ പക്ഷേ ടേസ്റ്റാണ് കേട്ടോ. അത് ഇത് മുട്ട വേണമെന്നില്ല, നമുക്ക് വെറുതെ സർലാസ് കൂട്ടിയിട്ടായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. സർലാസ് വേണം ഇതിന്, നല്ല ടേസ്റ്റ്. അങ്ങനെ രാവിലെ എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു, ഉച്ച വരെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാനത് കുറച്ച് കഴിച്ചു. പിന്നെ ജോലി കഴിഞ്ഞ് വന്ന് നല്ല ചോറെടുത്തുകൊണ്ടു, നല്ലൊരു ഉറക്കുറങ്ങി. ഇത് കഴിഞ്ഞ് എണീറ്റ് കട്ടൻ ചായ വെച്ചു. അരി വറുത്തതും മിച്ചറും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം അതന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ചോറും സർലാസും മുട്ടയും കൂടി കഴിച്ചു കേട്ടോ.